ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ വടകരയിലാണ് ഇന്ന് താലൂക്ക് തല അദാലത്ത്. മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനുമാണ് ജില്ലയിലെ താലൂക്ക് തല അദാലത്തുകൾക്ക് നേതൃത്വം നൽകുന്നത്. ജോഷില വിവരങ്ങളുമായി ചേരുകയാണ്. ജോഷില, വടകരയിലാണ് ഇന്നത്തെ താലൂക്ക് തല അദാലത്ത് അല്ലേ? തീർച്ചയായും ശരത്, 217 അപേക്ഷകളാണ് ഇന്നലെ വരെ വടകര താലൂക്കിൽ ലഭിച്ചത്. 45 അപേക്ഷകൾക്ക് ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥർ മറുപടി നൽകിയിരുന്നു. അതേസമയം തന്നെ ഭിന്നശേഷി പെൻഷൻ, റേഷൻ കാർഡുകൾ, വഴി പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കിടപ്പിലായ മക്കളുള്ളവർക്കുള്ള ആധാർ കാർഡ് അടക്കമുള്ള പ്രശ്നങ്ങൾ നിലവിൽ ഇപ്പോഴുണ്ട്. 199 പുതിയ അപേക്ഷകളാണ് ഇന്ന് മാത്രമായി നിലവിൽ വന്നിരിക്കുന്നത്. നേരത്തെ 137 അപേക്ഷകളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനായി അപേക്ഷിച്ച കുറ്റ്യാടിയിലെ മുജീബിന്റെ ഒരു പരാതി പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നല്ല രീതിയിൽ ഇപ്പോൾ ഈ ഒരു അദാലത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഒറ്റ പരാതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ പരാതി കൃത്യമായി പരിഹരിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജോഷിലയാണ് വടകരയിൽ നിന്ന് ഈ വിശദാംശങ്ങൾ നൽകിയത്. താലൂക്ക് തല അദാലത്ത്, അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിലും ഇന്ന് താലൂക്ക് തല അദാലത്ത് നടക്കുകയാണ്. ഇന്നലെയാണ് സർക്കാരിൻ്റെ താലൂക്ക് തല അദാലത്ത് പരിപാടി ആരംഭിച്ചത്. മുഖ്യമന്ത്രിയാണ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്.